ഓണമാണ്. ഓണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ സർക്കാർ ഇപ്പോൾ തീരുമാനം എടുത്തിട്ടുണ്ട്. ഞാൻ ഇതുവരെ എടുത്ത തീരുമാനവും അനുവദിച്ച പണവും ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. സർക്കാരിൻ്റെ ക്ഷേമ പെൻഷൻ, അതായത് 25-ാം തീയതി മുതൽ കൊടുത്താൽ മതി ഈ മാസം യഥാർത്ഥത്തിൽ. പക്ഷേ അത് 19-ാം തീയതി മുതൽ വിതരണം നടത്തുകയാണ്. സാമൂഹ്യക്ഷേമ പെൻഷൻ നാളെ മുതൽ വിതരണം ചെയ്യുകയാണ്. അതിനായിട്ടുള്ള 1105 കോടി രൂപ അനുവദിച്ചു. പെൻഷൻ ഒരു മാസവും മുടങ്ങാതെ കൊടുക്കണമെന്നുള്ള UDF സർക്കാരിൻ്റെ നയത്തിൻ്റെ ഭാഗം കൂടിയാണിത്. ക്ഷേമനിധി ബോർഡുകളുടെ പെൻഷൻ, സർക്കാരിൻ്റെ ധനസഹായത്തോടുകൂടി പെൻഷൻ നൽകുന്ന 16 ബോർഡുകളിലെ 6.59 ലക്ഷം ഗുണഭോക്താക്കൾക്കായി 130 കോടി 32 ലക്ഷം അനുവദിച്ചു. ഇനി ദേശീയ സാമൂഹ്യ സഹായ പദ്ധതി, വാർദ്ധക്യ, ഭിന്നശേഷി, വിധവ പെൻഷനുകളിലെ കേന്ദ്ര സംസ്ഥാന വിഹിതമായിട്ടുള്ള 24.76 കോടി രൂപ അനുവദിച്ചു. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങളും ബോണസും പ്രഖ്യാപിച്ചു. 630 കോടി 5 ലക്ഷം രൂപയാണ്. അംഗൻവാടി പെൻഷൻകാരുടെ കുടിശ്ശിക നേരത്തെ ഒരു 10 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടായിരുന്നു. 24 കോടി രൂപ കൂടി അനുവദിച്ചു. ഈ ജൂലൈ 31 വരെയുള്ള അവരുടെ മുഴുവൻ കുടിശ്ശികയും കൊടുത്തു തീർക്കുകയാണ്. അതുപോലെ ജീവനക്കാർക്കും അധ്യാപകർക്കും 4500 രൂപ ബോണസ്, 20,000 രൂപ ഓണം അഡ്വാൻസ്, ബോണസിന് അർഹതയില്ലാത്തവർക്ക് 3000 രൂപ ഉത്സവ ഭത്ത, പാർട്ട് ടൈം കണ്ടിജൻറ്റ് ജീവനക്കാർക്ക് 6000 രൂപ അഡ്വാൻസ്, സർവീസ് പെൻഷൻകാർക്ക് 1250 രൂപ ബോണസ്, ആശാ അംഗൻവാടി പ്രവർത്തകർക്ക് 1450 രൂപ ഉത്സവ ഭത്ത. പിന്നോക്ക വിഭാഗ സ്കോളർഷിപ്പിൻ്റെ കുടിശ്ശിക ആയിരുന്നു. മുൻ സർക്കാരിൻ്റെ കാലത്തെ കുടിശ്ശിക തീർക്കുന്നതിനായി 84 ദിവസത്തിനകം 310 കോടി രൂപ അനുവദിച്ചു. ആരോഗ്യ മേഖലയിൽ കാസ്പ്, ആരോഗ്യകിരണം പദ്ധതികളിലെ അടിയന്തര ബാധ്യതകൾ തീർക്കാൻ 200 കോടി രൂപ അനുവദിച്ചു. ഇതിനേക്കാൾ കൂടുതൽ ബാധ്യതയുണ്ട്, പക്ഷെ അടിയന്തരമായിട്ടുള്ള ബാധ്യതകൾ തീർക്കാൻ 200 കോടി രൂപ അനുവദിച്ചു. സപ്ലൈകോ വഴി നെല്ല് സംഭരിച്ചതിൻ്റെ 2026 ജൂലൈ 31 വരെയുള്ള PRS കുടിശ്ശിക തീർപ്പാക്കാൻ 150 കോടി രൂപ അനുവദിച്ചു. നെല്ല് സംഭരണ കുടിശ്ശിക ഓണത്തിന് മുമ്പ് നൽകി തീർക്കുക എന്നതായിരുന്നു ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം. സപ്ലൈകോയ്ക്ക് സബ്സിഡി കാര്യങ്ങൾക്ക് ഓണവിപണി സജീവമാക്കുന്നതിനും 53 കോടി രൂപ മുൻകൂറായിട്ട് അനുവദിച്ചു. കൺസ്യൂമർ ഫെഡിന് ഓണം വിപണി ഇടപെടൽ സജീവമാക്കുന്നതിന് വേണ്ടി അവരാവശ്യപ്പെട്ട 25 കോടി രൂപ അനുവദിച്ചു. ഇനി തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുള്ള ഓണം ഭത്ത, 100 തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കിയ 3.68 ലക്ഷം കുടുംബങ്ങൾക്ക് 1200 രൂപ വീതം നൽകാൻ 44.24 കോടി. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് 100 ദിനങ്ങൾ പൂർത്തിയാക്കിയ 7080 തൊഴിലാളികൾക്ക് 1200 രൂപ നൽകാൻ 85 ലക്ഷം രൂപ. ഇങ്ങനെ 45 കോടി 9 ലക്ഷം രൂപ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കൊടുത്തിട്ടുണ്ട്. സ്കൂൾ പാചക തൊഴിലാളികളുടെ വേതനം നമ്മൾ ഗവൺമെൻറ് വന്ന ഉടനെ 1000 രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ വർദ്ധിപ്പിച്ച 1000 രൂപ ഉൾപ്പെടെ അവരുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ടെത്തിക്കാൻ 44 കോടി രൂപ അനുവദിച്ചു. ലോട്ടറി ഏജൻറ്റുമാരുടെയും വിൽപ്പനക്കാരുടെയും ക്ഷേമം, അതിന് 26 കോടി 47 ലക്ഷം രൂപ അനുവദിച്ചു. അവരുടെ ബോണസ് 1000 രൂപയാക്കി ഉയർത്തി, ഉത്സവ ബോണസ്. സജീവ ഏജൻറ്റുമാർക്ക് 8500 പെൻഷൻകാർക്ക് 3750 രൂപയും ലഭിക്കും. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ സ്നേഹസാന്ത്വനം പദ്ധതിയിൽ അവരുടെ ധനസഹായവും പുനരധിവാസവുമായി ബന്ധപ്പെട്ട് 5208 നിലവിലുള്ള ഗുണഭോക്താക്കൾക്കും പുതിയതായി ഉൾപ്പെടുത്തിയ 1000 പേർക്കും സാമ്പത്തിക സഹായം, കെയർ ഗിവേഴ്സിനുള്ള ബത്ത, കുട്ടികളുടെ വിദ്യാഭ്യാസം, 10 MCRCകളുടെ നവീകരണം എന്നിവയ്ക്കായി 14 കോടി 40 ലക്ഷം രൂപ വകയിരുത്തി. 60 വയസ്സിന് മുകളിലുള്ള 52,826 പട്ടികവർഗക്കാർക്ക് ഒരാൾക്ക് 1000 രൂപ നിരക്കിൽ ഓണക്കോടി വിതരണം നടത്തും. അതിന് 5.28 കോടി അവതരിപ്പിച്ചു. വയനാട് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, പുനരധിവാസവുമായി ബന്ധപ്പെട്ട് 2 ലക്ഷം രൂപ അനുവദിച്ചെന്ന് പറഞ്ഞ ഓരോരുത്തർക്കും. സ്പോർട്സ് കൗൺസിലിലെ കരാർ ജീവനക്കാരുടെ ശമ്പള കുടിശ്ശിക, അത് ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിലെ വേതനം നൽകുന്നതിനായി 1.5 കോടി രൂപ അനുവദിച്ചു. പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിലെ തൊഴിലാളികൾക്ക് ഉത്സവ ഭത്തയും കിറ്റും 2000 രൂപ എക്സ്ഗ്രേഷ്യ ആശ്വാസവും 1000 രൂപ മൂല്യമുള്ള സപ്ലൈകോ ഓണം ഗിഫ്റ്റ് കാർഡുകളുടെ വിതരണം 21 ലക്ഷത്തോളം രൂപ വരും. ആശ്വാസകിരണം പദ്ധതിയുടെ ധനസഹായ വർധനവ്, പ്രതിമാസഹായം, കിടപ്പിലായ രോഗികളെയും ഭിന്നശേഷിക്കാരെയും പരിചരിക്കുന്നവർക്കുള്ള ധനസഹായം 600 രൂപയിൽ നിന്ന് 1000 രൂപയാക്കി ഉയർത്തി. പിന്നെ കൈത്തറി സ്കൂൾ യൂണിഫോം പദ്ധതി, സൗജന്യ സ്കൂൾ യൂണിഫോം പദ്ധതി പ്രവർത്തനങ്ങൾക്കായി ഫണ്ട് റിലീസ് ചെയ്തു. നെയ്ത്തുകൂലി ഉൾപ്പെടെയുള്ള 30 കോടി രൂപ അതിനായിട്ട് അനുവദിച്ചിട്ടുണ്ട്. ഇപ്പോൾ സർക്കാർ ഓണവുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്നത് കനത്ത ധനപ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ സർക്കാർ ബാധ്യസ്ഥമാണ്. സർക്കാർ അത് ചെയ്തിട്ടുണ്ട്.